ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി നേന്ത്രപ്പഴം കൊണ്ടൊരു അരീരമാണ് കേട്ടോ. വളരെ രുചികരമായിട്ടുള്ള ഒരു അരീരം. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ഈ അരീരം. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്കൊന്ന് പോകാം. ഞാനിവിടെ ഒരു 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അധികമൊന്നും പാകമായിട്ടില്ല കേട്ടോ, അപ്പോൾ മധുരം കുറവായിരിക്കും. നല്ല പഴുത്ത പഴമാണെങ്കിൽ നമുക്കധികം വേവിക്കുകയൊന്നും വേണ്ട. ഇതിപ്പോൾ ഒരു 3-4 കഷ്ണമാക്കിയതിന് ശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു 3 വിസിൽ എടുത്തുട്ടോ. അപ്പോഴാണ് എനിക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. കണ്ടില്ലേ, ഒരു 3 വിസിലിന് ശേഷം നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഈ പഴം. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് നമുക്കിതൊരു വശത്തേക്ക് മാറ്റി വെക്കാം. ഇതിൻ്റെ തൊലി കളഞ്ഞത് ചൂടാറിയതിന് ശേഷം നമുക്കിതുപോലെ ഒരു പാത്രം എടുത്തിട്ട് ഈ തൊലി നീക്കം ചെയ്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എങ്ങനത്തെയാണോ ഉടക്കുന്നത് എന്ന് വെച്ചാൽ അത് വെച്ച് നിങ്ങൾക്ക് ഉടച്ച് കൊടുക്കാം കേട്ടോ. ഒരു ഗ്ലാസിൻ്റെ അടിവശം എടുത്തിട്ടും ഉടച്ചു കൊടുക്കാം. അതല്ല കൈ വെച്ചിട്ടും ഉടച്ചെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 250 ml 2 കപ്പ് മൈദപ്പൊടി, ഇനി ഒരു 1/4 കപ്പ് റവ, ഒരു 1/4 കപ്പ് അരിപ്പൊടി, 125 ml കപ്പാണ് കേട്ടോ. 125 ml 2 കപ്പ് പഞ്ചസാര, ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് നമുക്ക് കുഴച്ചെടുക്കാം. ഈ ഒരു പാത്രത്തിൽ കുഴക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനൊരു തളിക എടുത്തിട്ട് കുഴച്ചെടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. കണ്ടോ, നമ്മുടെ ഈ പശുവിൻ നെയ്യ് ഇതിലേക്ക് ചെന്ന് കഴിയുമ്പോൾ തന്നെ വളരെ സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. ഞാൻ 3 ബോളുകൾ പോലെ ഉരുട്ടിയിട്ട് വലുതാക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ട് 3 ബോളുകളാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അതല്ല ഒരെണ്ണം തന്നെ ഉരുട്ടിയിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതൊരു ബോൾ പോലെ ഷേപ്പിൽ വേണമെങ്കിൽ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി അതല്ല കട്ട്ലറ്റിൻ്റെ ഷേപ്പാണോ വേണ്ടതെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ കാണിക്കുന്നുണ്ട് ബോൾ ഷേപ്പിലും കട്ട്ലറ്റിൻ്റെ ഷേപ്പിലും. ഇനി നമുക്കിത് ഉഴുന്നുവടയുടെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നടുകിൽ നമുക്കൊരു കുഴിയാക്കി കൊടുത്താൽ നമ്മുടെ ഉഴുന്നുവട പോലെ ഇരിക്കും. ഇത് വളരെ രുചികരമായ ഒരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളിത് കണ്ടിട്ട് തീർച്ചയായും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിവിടെ ഉണ്ടാക്കുന്ന മോഡൽ അരീര അപ്പത്തിൻ്റെ മോഡലാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓയിൽ 1/2 കിലോൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. നന്നായിട്ട് ചൂടാവണം കേട്ടോ. നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ കണ്ടില്ലേ, ഇതുപോലെ അരീരത്തിൻ്റെ പോലെ ഷേപ്പാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. എല്ലാ അരീരത്തിൻ്റെ പോലത്തെ ഈ പലഹാരം നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുക്കുമ്പോൾ ഓയിൽ ആണെങ്കിലും വെളിച്ചെണ്ണയാണെങ്കിലും കയ്യിൽ തട്ടാതെ ശ്രദ്ധിക്കണേ. നല്ല ചൂടുള്ളതാണ്, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട്. കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഒരു സൈഡൊന്ന് ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് എല്ലാതും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ 2-3 തവണയായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ നമുക്ക് തീ ഹൈ ഫ്ലെയിമിലേക്ക് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇടയ്ക്കൊക്കെ
ഞാൻ ഇടയ്ക്കൊക്കെ ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തത്. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് ആയി കിട്ടും കേട്ടോ. വളരെ രുചികരമായ ഒരു പലഹാരമാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. പഴം പുഴുങ്ങിയിട്ട് നമുക്ക് പല മോഡലിലും നമുക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. വെറും പഴംപൊരി അല്ലാതെ ഇതുപോലത്തെ പല പല റെസിപ്പികൾ തയ്യാറാക്കാം നമുക്ക്. വളരെ രുചികരമായിട്ട് കിട്ടുന്ന ഒന്നാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇത്. ഇങ്ങനെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കിത് കോരി മാറ്റിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. കണ്ടോ, എൻ്റെ അരീരം ഇവിടെ റെഡിയായിട്ടോ. അപ്പോൾ നമ്മുടെ ബനാന അരീരം ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.